കഴിഞ്ഞ ദിവസം ഒരു F-35 വിമാനം ഇറാന്റെ അതിർത്തിന്ന് പേടിച്ചോടി അല്ലെങ്കിൽ ഒളിച്ചോടി പോയി എന്നൊക്കെ പറഞ്ഞിട്ട് IRGC പറഞ്ഞപ്പോ കുറെ ആൾക്കാർ കളിയാക്കുന്നുണ്ടായിരുന്നു. ഈ പറയുന്ന വിമാനത്തിനൊന്നും കണ്ടെത്താൻ പോലും ഇറാന് പറ്റത്തില്ല, അങ്ങനത്തെ സംവിധാനങ്ങളൊന്നും ഇറാന്റെ കയ്യിലില്ല. F-35 ഇതിങ്ങനെ താഴ്ന്നു പറഞ്ഞ സമയത്ത് അബദ്ധത്തിൽ വെടിവെച്ചിടാൻ പറ്റിയെങ്കിൽ പോലും ഡ്രോണുകളൊക്കെ നിങ്ങളെ കൊണ്ട് പറ്റും, അല്ലാതെ F-35 പറ്റൂല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ വീഡിയോസും അതേപോലെ തന്നെ അത്തരം കണ്ടന്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോ അതിനൊക്കെ തരണം മറിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനൊക്കെ മാറ്റി വെച്ചുകൊണ്ടാണ് ഇപ്പോ ഇറാൻ ഒരു വീഡിയോ പുറത്തു വിട്ടിരിക്കുന്നത്. ഇതിനെ ട്രാക്ക് ചെയ്യുന്നതും അതേപോലെ തന്നെ ഇവരുടെ തെർമൽ ക്യാമറയിൽ ഇവരത് ഷൂട്ട് ചെയ്തെടുത്തേക്കുന്ന വീഡിയോ ആണ്. അപ്പൊ നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. തെർമൽ ക്യാമറ ആണ്, തെർമൽ ഇമേജ് ആണ്. കറക്റ്റ് കാണാം, നമുക്ക് ആ ഷേപ്പ് കറക്റ്റ് കാണാം. എനിക്ക് തോന്നുന്നു ഇത് ട്രാക്ക് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോ മറ്റേ സെക്കൻഡ് ബേണർ ഓൺ ആക്കിയിട്ട് ഓടുന്ന പരിപാടിയാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോ MQ-9 അടിച്ചിട്ട സമയത്ത് തന്നെ ഇതേപോലെ ഈ F-35 ഞങ്ങൾ ട്രാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മനസ്സിലാക്കിയിട്ട് ആ പൈലറ്റ് ഓടി എന്നാണ് പറഞ്ഞത്. കറക്റ്റ് സാധനം, അത് നമുക്കിവിടെ കറക്റ്റ് കാണാൻ പറ്റും. അപ്പോ ഇറാന്റെ ആകാശം എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഓപ്പൺ ആണ്. ആർക്ക് വേണമെന്നുണ്ടെങ്കിലും മറ്റേ എയർക്രാഫ്റ്റും കൊണ്ട് വരാം, ബോംബുകൾ ഇടാം, അടിച്ചൊതുക്കാം, എല്ലാം ചെയ്യാം. ഇതായിരുന്നു ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നേ. ഒന്നുമല്ല, അത്ര ഓപ്പൺ ഒന്നും അല്ല കാര്യങ്ങൾ എന്നുള്ളതാണ്. അതായത് എനിക്ക് ചില സമയത്ത് തോന്നിയേ, അതായത് ഞങ്ങൾ ഭയങ്കര വീക്കാണ്, ഫ്രജൈലാണ് എന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിച്ചിട്ട് ഇറാനിലോട്ട് അറ്റാക്ക് ചെയ്യാൻ വേണ്ടിട്ട് ആൾക്കാർ വരുന്ന സമയത്ത് തിരിച്ചടിച്ചിട്ട് അപ്രതീക്ഷിത തിരിച്ചടിയിലൂടെ ശത്രുവിനെ ഒന്ന് അതായത് ശത്രുവിനെ ഒന്ന് പതറിക്കുക എന്നൊക്കെ നമ്മൾ പറയാമല്ലോ, പേടിപ്പിക്കുക എന്ന് പറയുന്ന പരിപാടി, അതായത് ടാക്ടിക്സ് ഇറാൻ യൂസ് ചെയ്യുന്നതായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഡ്രോണുകളുടെ ഉപയോഗം, ഇറാന്റെ കയ്യിൽ കുറെ ഡ്രോൺ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത്, അല്ല അത്തരം റിപ്പോർട്ടുകളൊക്കെ വരുന്ന സമയത്ത് ഈ F-35 F-15 ഒക്കെ അടുത്ത് എന്ത് ഡ്രോണിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷേ ഉണ്ടല്ലോ, ആ കാഴ്ചപ്പാടും ആ തോട്ടും കംപ്ലീറ്റ്ലി തെറ്റായിരുന്നു. കാരണം ഡയപ്പർ ഫോഴ്സിനെ ഇന്ന് ഹിസ്ബുള്ള നേരിടുന്നത് ഇതേ ഡ്രോൺ വെച്ചിട്ടാണ്. ഇസ്രായേലിന്റെ തലവേദന എന്ന് പറയുന്നത് ഇതേ ഡ്രോണാണ് എന്നുള്ളതും കാണാൻ പറ്റും. അവിടെയാണ് ഇറാനും ഇതേപോലെ ഡ്രോണിനെ ഉപയോഗിച്ചിട്ട് ഒരു അസിമെട്രിക് അൺബാലൻസ്ഡ് വാർഫെയർ ആക്കി അതിനെ അങ്ങ് മാറ്റിയത്. അപ്പോ ഇവരുടെ അടുത്തുള്ള ബാക്കി എക്യുപ്മെന്റ്സ് എന്തൊക്കെയാ, എങ്ങനെയൊക്കെയാണ് അവരത് യൂസ് ചെയ്യുന്നത് എന്നുള്ള സാധനങ്ങൾ ഒന്നും പുറത്തു വന്നിട്ടില്ല. അപ്പോഴാണ് ഇങ്ങനെ ഒരു വീഡിയോ പുറത്തു വരുന്നത്. സാധാരണ നമ്മൾ വേറെ ഈ US എന്നും അതേപോലെ തന്നെ ഉക്രൈൻ വാറിന്റെ സമയത്തൊക്കെ ഇങ്ങനെ ഇതിനെ ട്രാക്ക് ചെയ്യുന്ന ചില വീഡിയോസ് ഒക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു എന്നല്ലാണ്ട് ഇത്തരം വീഡിയോ ഇറാനിൽ നിന്ന് ആദ്യമായിട്ടാണ് പുറത്തു വരുന്നത് എന്നുള്ളതാണ്. അപ്പൊ അവിടെയാണ് ഇവര് സ്വന്തമായിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു എയർ ഡിഫൻസ് സിസ്റ്റം. ആ സിസ്റ്റം ഇപ്പൊ ഇവര് അർമേനിയ വേറെ ഏതോ രാജ്യങ്ങൾക്കൊക്കെ വിൽക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ സ്ഥിരീകരിച്ചതായിട്ടുള്ള റിപ്പോർട്ട് എവിടെയും കണ്ടില്ല. പക്ഷെ ഇവരുടെ കയ്യിലുള്ള ഒരു ഡിഫൻസ് സിസ്റ്റം ആണ് ഈ പറയുന്ന മാജിദ് എയർ ഡിഫൻസ് സിസ്റ്റം. ഡ്രോണുകള്, ഹെലികോപ്റ്ററുകള്, ലോ ഫ്ലൈയിങ് എയർക്രാഫ്റ്റ്, ക്രൂയിസ് മിസൈലുകള്, ഇതിനെ നേരിടാൻ വേണ്ടിയിട്ട് ഇറാൻ നിർമ്മിച്ചിട്ടുള്ള ഒരു ഡിഫൻസ് സിസ്റ്റം ആണ് ഈ പറയുന്ന മാജിദ് എയർ ഡിഫൻസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിനെ ഡ്രോൺ കില്ലർ എന്നാണ് സാധാരണയായിട്ട് പറയുന്നത്. ഇപ്പോഴാണ് നമുക്ക് കാര്യങ്ങൾ കുറച്ചും കൂടെ വ്യക്തമായിട്ട് വരുന്നത്. MQ-9 റീപ്പർ ഡ്രോണുകളെ, അതായത് ഈ അമേരിക്കയുടെ ലെഗസി ഡ്രോണുകളിൽ പെട്ടുള്ള സാധനമാണ് ഇത് എന്താ പറയാ, 24-36 മണിക്കൂറുകളോളൊക്കെ പറക്കാൻ പറ്റുന്ന മൊത്തം ഡാറ്റ അടിച്ചുകൊണ്ട് പോകുന്ന സാധനമാണ് ഇത്. ആ സാധനം 24 എണ്ണം ഇവർ അടിച്ചിട്ടു എന്ന് പറയുമ്പോ എങ്ങനെ ഇവർ അടിച്ചിട്ടു? ഇത് ആകാശത്തൂടെ പറക്കുന്ന സമയത്ത് താഴേന്ന് വെടിവെക്കുവോ? അപ്പോഴാണ് ഈ ഒരു സാധനത്തെ കുറിച്ച് അറിയുന്നത്. അതായത് ഇറാന്റെ ഡ്രോൺ കില്ലർ എന്നറിയപ്പെടുന്ന ഒരു എയർ ഡിഫൻസ് സിസ്റ്റം ആണ് ഈ മാജിദ് എയർ ഡിഫൻസ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ സാധാരണ ഡിഫൻസ് സിസ്റ്റങ്ങളിലൊക്കെ ഇപ്പൊ ആരോ, പാട്രിയോട്ട് പോലെയുള്ള അതേപോലെ തന്നെ അയൺ ഡോമിലൊക്കെ
റഡാർ ആണ് യൂസ് ചെയ്യുന്നത്. അതായത് റഡാർ യൂസ് ചെയ്തിട്ട് ദൂരെ നിന്ന് വരുന്ന ഒബ്ജക്റ്റുകളെ ഡിറ്റക്ട് ചെയ്യും. അതിന്റെ ഒരു അത് ഏത് ദിശയിലൂടെ എത്ര സ്പീഡിൽ എവിടെ വന്ന് വീഴും എന്നുള്ളതൊക്കെ അനലൈസ് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു മിസൈൽ തൊടുത്തു വിടും. അത് നേരെ പോയിട്ട് ആകാശത്ത് വെച്ച് ഇതിനെ ഇടിച്ചിട്ട് ആകാശത്ത് നിന്ന് ഇത് രണ്ടും കൂടെ പൊട്ടിത്തെറിക്കും. ഇതാണ് സംഭവിക്കുക. അതായത് ഈ പറയുന്ന എയർ ഡിഫൻസ് സിസ്റ്റത്തില്. പക്ഷേ ഇറാൻ അറിയാം ഈ പറയുന്ന റഡാറുകൾ യൂസ് ചെയ്യുമ്പോൾ റഡാറിന് ജാം ആക്കാൻ എളുപ്പമാണ്. അതായത് ഈ MQ-9 ഡ്രോണുകൾക്ക് വരെ റഡാറുകളെ കണ്ണ് വെട്ടിച്ചു പോകാൻ പറ്റും. സ്റ്റെൽത്ത് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ കൂടെ റഡാറുകളെ വേണമെങ്കിൽ ജാം ആക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ജാം ആക്കിയാലും വലിയ പ്രശ്നമൊന്നും ഇല്ലാണ്ട് ഈ പറയുന്ന ഒബ്ജക്റ്റുകളെ ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഇൻഫ്രാറെഡ് ക്യാമറ. ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ ഇപ്പൊ F-35 വീഡിയോ ഇട്ടേക്കുന്നതും ഇൻഫ്രാറെഡ് ക്യാമറയിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. ഇൻഫ്രാറെഡ് ക്യാമറ, അതേപോലെ തന്നെ ഇൻഫ്രാറെഡ് ട്രാക്കിംഗ്, അതേപോലെ തന്നെ ഇലക്ട്രോ ഓപ്റ്റിക്കൽ സെൻസേഴ്സ്, ഇങ്ങനെ 4 കോമ്പോണൻസ്, അതായത് 4 ലെയർ ആയിട്ടാണ് യഥാർത്ഥത്തിൽ ഇത് ഒബ്ജക്റ്റുകളെ ട്രാക്ക് ചെയ്യുന്നതെന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് കാര്യങ്ങൾ കുറച്ചും കൂടെ മനസ്സിലായി. അതായത് എങ്ങനെ 24 MQ-9 ഡ്രോണുകളും അതേപോലെ തന്നെ F-15ഉം F-35ഉം അതേപോലെ തന്നെ ഇവരുടെ വാർത്തോം എന്ന് പറയുന്ന സിസ്റ്റവും അതേപോലെ തന്നെ ഇവരുടെ കുറെ ഈ പറയുന്ന എയർ ടാങ്കർ പോലെയുള്ള വിമാനങ്ങൾ, ഇതൊക്കെ എങ്ങനെ ട്രാക്ക് ചെയ്തു, എങ്ങനെ അടിച്ചിട്ടു എന്ന് നോക്കിക്കഴിഞ്ഞാല് ഈ പറയുന്ന ജാമർ ഉപയോഗിച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. അതിനെ മറികടക്കുന്ന വേറെ ടെക്നോളജി ഇതിനകത്തുണ്ട്. അപ്പൊ ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഇറാന്റെ ഡ്രോൺ കില്ലറാണ് ഈ പറയുന്ന മാജിക് ഡിഫൻസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി വേറെ എന്തൊക്കെയാണ് ഇതിന് എന്തുകൊണ്ടാണ് ഡ്രോൺ കില്ലർ എന്ന് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാല് സൂയിസൈഡ് ഡ്രോൺസ്, അതേപോലെ തന്നെ സ്മോൾ UAVs, അതേപോലെ തന്നെ ലോ റഡാർ ക്രോസ് സെക്ഷൻ ടാർഗറ്റ്, ഇവയെ കണ്ടെത്തി നശിപ്പിക്കാൻ ഫലപ്രദമാണ്. അതായത് ഇന്ന് ഇസ്രായേല് ലെബനോനിൽ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇവരുടെ കയ്യിലുള്ള അയൺ ഡോമിനെ ഈ പറയുന്ന ചെറിയ ഷോർട്ട് റേഞ്ച് റോക്കറ്റുകളെയും മിസൈലുകളെയൊക്കെ അടിച്ചിടാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് ഇവരുടെ അയൺ ഡോം. പിന്നെ കുറച്ചും കൂടെ വലിയ മിസൈലുകളെയൊക്കെ അടിച്ചിടാൻ പറ്റുന്ന അവരുടെ സിസ്റ്റമാണ് ആരോ. പക്ഷെ ഈ സിസ്റ്റങ്ങളെ കൊണ്ടൊന്നും തന്നെ ഹിസ്ബുള്ളയുടെ ഫൈബർ ഒപ്റ്റിക് ഡ്രോണുകൾ അടിച്ചിടാൻ പറ്റുന്നില്ല. അപ്പൊ അവിടെയാണ് ഇറാൻ ഈ ഒരു സാധനത്തിനെ ഉണ്ടാക്കി എത്തിയേക്കുന്നത്. അതായത് വളരെ ലോ ആൾട്ടിറ്റ്യൂഡില് റഡാറുകളെയൊക്കെ ക്രോസ് ചെയ്ത് പറന്നു പോകുന്ന ഇങ്ങനത്തെ ഡ്രോണുകളെ കണ്ടെത്തി നശിപ്പിക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് ഇത് എന്നുള്ളതാണ്. അപ്പൊ അവിടെയാണ്, അതുകൊണ്ടാണ് ഇറാന് നേരെ ഡ്രോണുകൾ ഉപയോഗിച്ചിട്ടുള്ള അറ്റാക്ക് നടത്താൻ പറ്റാത്ത, പകരം മിസൈലുകൾ ഉപയോഗിച്ചിട്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ F-35 പോലെയുള്ള വിമാനങ്ങൾ ഉപയോഗിച്ചിട്ട് ഒരു പരിധി വരെ അവർക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഡ്രോണുകൾ ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനെ പറ്റില്ല എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? മിസൈലുകൾ ഉപയോഗിക്കുമ്പോൾ ചെലവ് കൂടും, കാശ് കൂടും, ഡോളറിന്റെ എണ്ണം കൂടും. ഇതാണ് പ്രശ്നം. ഇനി ഈ സിസ്റ്റം എന്ന് പറയുന്നത് കുറച്ചും കൂടെ മൊബിലിറ്റി ഉള്ള സിസ്റ്റം ആണ്. അതായത് ഇപ്പൊ നമ്മൾ ട്രക്കില്, അതേപോലെ തന്നെ ഇപ്പൊ ഹൈലെക്സ് പോലെ, ടൊയോട്ടോയുടെ ഹൈലെക്സ് പോലുള്ള സിസ്റ്റം, വണ്ടികള്, ഇതിലൊക്കെ വെച്ചുകൊണ്ട് കൊണ്ടുപോകാൻ പറ്റുന്ന പെട്ടെന്ന് തന്നെ അതിന്റെ പൊസിഷനും ലൊക്കേഷനൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന മൊബിലിറ്റി ഉള്ള സിസ്റ്റം ആണ് ഈ മാജിക് സിസ്റ്റം എന്ന് പറയുന്നത്. വേഗത്തിൽ മൂവ് ചെയ്യാൻ പറ്റും, ബാറ്റിൽ ഫീൽഡില് പൊസിഷൻ മാറ്റാൻ പറ്റും, അതേപോലെ തന്നെ ഷൂട്ട് ആൻഡ് മൂവ് ടാക്ടിക്സ് ഉപയോഗിക്കാം. ഷൂട്ട് ചെയ്തിട്ട് എവിടെ നിന്ന് മിസൈൽ വന്നു എന്നുള്ളത് ശത്രു തിരിച്ചറിയുമ്പോഴേക്കും ഷൂട്ട് ചെയ്തിട്ട് അപ്പൊ തന്നെ അവിടുന്ന് സാധനം എടുത്തിട്ട് അവിടുന്ന് സാധനം മാറ്റാൻ പറ്റും എന്നുള്ളതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു റിട്ടേൺ അറ്റാക്ക് ഉണ്ടാക്കാൻ, റിട്ടാലിയേഷൻ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഇതിന്റെ റേഞ്ച് കുറവാ. അതായത് ഡ്രോൺ കില്ലേഴ്സ് എന്ന് പറയുന്നതിന്റെ ഒരു കാരണം കൂടെ ഇതാണ്. അതായത് ലോ ഫ്ലൈയിങ് ഒബ്ജക്റ്റുകളെയാണ് ഇത് ട്രാക്ക് ചെയ്യുന്നത്. അപ്പൊ ഒരു 8 മുതൽ 15 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ വരെ സഞ്ചരിക്കുന്ന, അല്ലെങ്കിൽ അത്രയും ഉയരത്തിൽ സഞ്ചരിക്കുന്ന ഫ്ലൈയിങ് ഒബ്ജക്റ്റുകളെയാണ് ഇത് ട്രാക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിന്റെ ഒരു കാപ്പബിലിറ്റി എന്ന് പറയുന്നത്. ഷോർട്ട് റേഞ്ച് ആൾട്ടിറ്റ്യൂഡ് ഇന്റർസെപ്ഷൻ, ക്വിക്ക് റിയാക്ഷൻ കാപ്പബിലിറ്റി. നമുക്കറിയാം F-35ഉം F-15ഉം ഇറാനെ ആക്രമിച്ച സമയത്ത് അവര് ഉപയോഗിച്ചിരുന്ന ഒരു കവറപ്പ്, അല്ലെങ്കിൽ അവരുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇറാന്റെ മലനിരകൾക്കിടയിലൂടെ താഴ്ന്ന് പറന്ന് റഡാറുകളുടെ കണ്ണ് വെട്ടിച്ച് അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ്. അവിടെ ഒരു പ്രശ്നമുണ്ട്. മലനിരകൾക്കിടയിലൂടെ കവറപ്പ് എടുത്ത് താഴ്ന്ന് പറന്നു കഴിഞ്ഞാല് ഈ മാജിദ് പോലെയുള്ള സിസ്റ്റങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ സാധനങ്ങൾ കണ്ടെത്തുകയും അതിനെതിരായിട്ടുള്ള മിസൈൽ തൊടുത്ത് വിടുകയും ചെയ്യും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രശ്നം. മലനിരകൾക്കിടയിലൂടെ താഴ്ന്ന് പറക്കുന്ന സമയത്ത്
മാനൂവറബിലിറ്റി അതേപോലെ തന്നെ ഈ ഹൈപ്പർസോണിക് സ്പീഡിനെ പെട്ടെന്ന് തന്നെ ഗെയിൻ ചെയ്യാന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഈസി പ്രോസസ്. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം കൂടെ ഇതിനുണ്ട് എന്നുള്ളതാണ്. പിന്നെ അത് മാത്രമല്ല, വളരെ ചീപ്പായിട്ട് അത്രയും വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഇല്ലാണ്ട് തന്നെ ഇറാന് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം കൂടിയാണ് ഈ മാജിദ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോ പറഞ്ഞു വരുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല ആരെയും. അവരുടെ കയ്യിൽ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ട് എന്നുള്ളത് ക്ലിയർ പിക്ചർ ഇല്ലാണ്ട് കയറി ചെന്ന് കഴിഞ്ഞാല് ചിലപ്പം ബാക്ക് കീറി പൊള്ളി ഇറങ്ങി വരേണ്ടി വരുന്ന സിറ്റുവേഷൻ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോ F-35 ഞങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ F-35 എന്ന് പറയുന്ന ഉമ്മാക്കി കാണിച്ചിട്ട് ഇങ്ങോട്ട് വരണ്ട എന്നൊരു സാധനമാണ് ഈ വീഡിയോ പുറത്തു വിട്ടതിലൂടെ ഇറാൻ സത്യത്തില് കൊടുക്കുന്നതെന്നുള്ളതാണ്.